എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ സഞ്ജയൻ അർജുനന്റെ സന്ദേശം കൗരവസഭയിൽ അവതരിപ്പിക്കുന്നത് വരെയാണ് നമ്മൾ കേട്ടത്. നമുക്കിനി മഹാഭാരതം ബാക്കി കേൾക്കാം. സഞ്ജയൻ അർജുനന്റെ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിച്ചതും ഭീഷ്മ പിതാമഹൻ എഴുന്നേറ്റു. അദ്ദേഹം തൻ്റെ ഇടിമുഴക്കം പോലുള്ള ഗംഭീരമായ ശബ്ദത്തിൽ കുരുസഭയിലുള്ള എല്ലാവരോടുമായി പറഞ്ഞു, പണ്ട് ദേവഗുരുവായ ബൃഹസ്പതിയും അസുരഗുരുവായ ശുക്രാചാര്യരും സപ്തർഷികളും ബ്രഹ്മദേവനെ തൊഴുതു വന്ദിച്ചു നിൽക്കുമ്പോൾ രണ്ട് സന്യാസിമാർ ബ്രഹ്മലോകത്തിലൂടെ കടന്നു പോകുന്നത് കണ്ടു. അവർ ആരാണ് എന്ന് ബൃഹസ്പതി അന്വേഷിച്ചപ്പോൾ ബ്രഹ്മദേവൻ ഇപ്രകാരം പറയുകയുണ്ടായി, അത് നരനാരായണന്മാരാണ്. അവരുടെ തേജസ്സിനാലാണ് ഭൂമിയും ദേവലോകവും ഇത്രയും ശോഭിക്കുന്നത്. അവരുടെ തപശക്തി അപാരമാണ്. അവർ അജയ്യരാണ്. ബ്രഹ്മദേവനിൽ നിന്നും നരനാരായണന്മാരെ പറ്റി അറിഞ്ഞ ദേവേന്ദ്രൻ നരനാരായണന്മാരെ കണ്ട് വണങ്ങുകയും അവരിലൂടെ അസുര നിഗ്രഹണം നടത്തുകയും ചെയ്തു. ആ മഹായോഗികളായ നരനാരായണന്മാരാണ് ദ്വാപരയുഗത്തിൽ അർജുനനായും ശ്രീകൃഷ്ണനായും അവതാരമെടുത്തിരിക്കുന്നത്. നരന്റെ അവതാരമായ അർജുനൻ ഹിരണ്യപുരം ആക്രമിച്ചതും ദേവേന്ദ്രന് പോലും കീഴടക്കുവാൻ സാധിക്കാത്ത നിവാത കവചസ്സുകളെയും കാലകേയന്മാരെയും നിഗ്രഹിച്ചതും നമുക്ക് അറിയാവുന്നതാണ്. സാക്ഷാൽ ദേവേന്ദ്രന് പോലും അർജുനനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അഗ്നിദേവന്റെ വിഷപ്പടക്കിയവനാണ് പാർത്ഥൻ. നരനാരായണന്മാരിൽ നാരായണനാണ് ശ്രീകൃഷ്ണൻ എന്ന് കരുതപ്പെടുന്നത്. നരനാരായണന്മാരെ പോലെ തന്നെ അർജുനനും ശ്രീകൃഷ്ണനും സർവശക്തരാണ്. ആർക്കും അവരെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ദുര്യോധന പുത്ര, നീ ഈ സത്യം മനസ്സിലാക്കിയാലും ശംഖ് ചക്ര ഗദാഹസ്തനായ ശ്രീകൃഷ്ണനും ഗാണ്ഡീവധാരിയായ അർജുനനും ഒരേ രഥത്തിൽ നിൽക്കുന്നത് നീ ആലോചിച്ചു നോക്കിയാലും പുത്ര സുയോധന, ആർക്കും അവരെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. നിന്റെ അത്യാഗ്രഹം കാർമേഘം ആകാശത്തെ എന്ന കണക്കെ നിന്റെ ബുദ്ധിയെ മറച്ചിരിക്കുകയാണ്. അതിനാലാണ് നിനക്ക് ഞങ്ങൾ മുതിർന്നവർ പറയുന്ന നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിക്കുവാൻ പോലും തോന്നാത്തത്. നീ കേൾക്കുന്നത് മൂന്ന് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. പരശുരാമനാൽ ശപിക്കപ്പെട്ട സൂതപുത്രൻ കർണന്റെ വാക്കുകൾ, പിന്നെ കുടില ബുദ്ധിയായ ശകുനിയുടെയും നരാധമനായ ദുശാസനന്റെയും. ഈ 3 വ്യക്തികൾ പറയുന്നത് മാത്രമാണ് നിർഭാഗ്യവശാൽ നിന്റെ ബുദ്ധിയിലേക്ക് കയറുന്നത്. ഇത് കേട്ട് കർണൻ പറഞ്ഞു, പിതാമഹ, അങ്ങ് ഇപ്രകാരം സംസാരിക്കാതിരിക്കുക. അങ്ങയ്ക്ക് ചേർന്ന വാക്കുകളല്ല അങ്ങ് ഈ പറയുന്നത്. ഞാൻ ക്ഷത്രിയധർമ്മം വിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ സ്വധർമ്മം വെടിഞ്ഞിട്ടുമില്ല. ഞാൻ എന്ത് ചെയ്തതിനാലാണ് അങ്ങ് ഇപ്രകാരം എന്നെ കുറ്റപ്പെടുത്തുന്നത്? ദുര്യോധനനും കൗരവപക്ഷത്തിനും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നോളം ചെയ്തിട്ടുള്ളൂ, ഇനിയും ചെയ്യുകയുള്ളൂ. കർണന്റെ വാക്കുകൾ കേട്ട് പിതാമഹൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, കർണൻ സദാ പാണ്ഡവരെ കൊല്ലുന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ അവൻ പാണ്ഡവരുടെ 16-ൽ 1 അംശം പോലുമില്ല. മഹാരാജൻ, ഈ സൂതപുത്രന്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കളുടെ വംശം സർവനാശത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകുമെന്ന് അത് സുനിശ്ചിതമായ കാര്യമാണ്. അല്പബുദ്ധിയായ ദുര്യോധനൻ ഈ കർണന്റെ താളത്തിനൊത്താണ് തുള്ളുന്നത്. ദുര്യോധനൻ കാണേണ്ടതൊന്നും കാണുന്നില്ല. അവൻ കാണേണ്ടതൊന്നും കാണേണ്ടതുപോലെ കാണുന്നില്ല. പാണ്ഡവർ ചെയ്ത വീരസാഹസിക കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുവാൻ കഴിയുന്ന എന്ത് മഹാപരാക്രമമാണ് ഈ സൂതപുത്രൻ ചെയ്തിട്ടുള്ളത്? കർണന്റെ കൺമുന്നിൽ വച്ചല്ലേ അർജുനൻ അവന്റെ അനുജനെ വധിച്ചത്. അവന് തിരിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിഞ്ഞില്ല. വിരാട യുദ്ധത്തിൽ അർജുനൻ തനിച്ചു വന്ന് എല്ലാവരെയും പരാജയപ്പെടുത്തിയപ്പോൾ എവിടെയായിരുന്നു ഈ കർണന്റെ ശൗര്യം? ഗന്ധർവന്മാരാൽ ദുര്യോധനൻ ബന്ധനസ്ഥനാക്കപ്പെട്ടപ്പോൾ അവനെ രക്ഷിച്ചത് ഈ കർണനല്ല, മറിച്ച് പാർത്ഥനായിരുന്നു. എടുത്തു പറയത്തക്കതായ ഒന്നും തന്നെ ചെയ്തു കാണിക്കുവാൻ ഈ സൂതപുത്രന് ഇന്നോളം കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് അവൻ കാളക്കൂറ്റന്റെ കണക്കെ ഞെളിഞ്ഞു നിന്ന് സംസാരിക്കുന്നത്. ഭീഷ്മരുടെ വാക്കുകൾ കേട്ട് ദ്രോണർ പറഞ്ഞു, മഹാരാജൻ, പിതാമഹൻ പറഞ്ഞ വാക്കുകളെ മാനിക്കുക. കുലത്തിനെ രക്ഷിക്കുവാൻ അതേയുള്ളൂ ഒരു പോംവഴി. പാണ്ഡവരുമായി യുദ്ധം ചെയ്യുക എന്നത് പരമവിഡ്ഢിത്തരമാണ്. അങ്ങ് അത്യാഗ്രഹികളുടെ വാക്കുകൾ ശ്രദ്ധിക്കരുത്. പാണ്ഡവരുമായി രമ്യതയിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. സഞ്ജയൻ പറഞ്ഞതെല്ലാം ചെയ്തു കാണിക്കുവാൻ കെൽപ്പുള്ളവൻ തന്നെയാണ് അർജുനൻ. അവൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. അർജുനനോളം പോന്ന ഒരു വില്ലാളി വീരൻ 3 ലോകത്തിലും മറ്റാരും തന്നെയില്ല. ധൃതരാഷ്ട്രർ പിതാമഹന്റെയും ദ്രോണരുടെയും വാക്കുകളോട് പ്രതികരിക്കാതെ സഞ്ജയനോട് ചോദിച്ചു, കൗരവപക്ഷത്തിന്റെ സൈന്യത്തിന്റെ അംഗബലത്തെപ്പറ്റി പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ എങ്ങനെയാണ് സഞ്ജയ പ്രതികരിച്ചത്? എങ്ങനെയാണ് പാണ്ഡവർ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്? വ്യാകുലപ്പെടുന്ന വേളയിൽ സഹോദരന്മാരിൽ ആരുടെ മുഖത്തേക്കാണ് സഞ്ജയ യുധിഷ്ഠിരൻ പ്രതീക്ഷയോടെ നോക്കുന്നത്? പാണ്ഡവപക്ഷത്ത് ആർക്കാണ് യുദ്ധം ഒഴിവാക്കുന്നതാണ് ഉചിതമെന്ന് അഭിപ്രായമുള്ളത്? സഞ്ജയൻ പറഞ്ഞു, കൗരവരുടെ സൈന്യത്തിന്റെ അംഗബലം യുധിഷ്ഠിരനെയോ പാണ്ഡവരെയോ
തെല്ലും ആശങ്കപ്പെടുത്തുന്നില്ല എന്ന് അറിഞ്ഞാലും രാജൻ. യുധിഷ്ഠിരൻ സൂര്യനെ പോലെ ശോഭിച്ചു നിൽക്കുകയാണ് പാണ്ഡവരുടെ ഇടയിലായി. പാണ്ഡവ സഹോദരന്മാർ യുധിഷ്ഠിരന്റെ ഒരു മൂളലിനായി കാത്തു നിൽക്കുകയാണ്. യുധിഷ്ഠിരൻ ഒന്ന് മൂളിയാൽ പാണ്ഡവർ കൗരവരെ നാമാവശേഷമാക്കും. എല്ലാവരും യുധിഷ്ഠിരനെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, പാണ്ഡവർ കൗരവർക്ക് എതിരായി എന്തൊക്കെ യുദ്ധസന്നാഹങ്ങളാണ് തയ്യാറാക്കി വച്ചിരിക്കുന്നത്? ആരൊക്കെയാണ് അവരുടെ പക്ഷത്തു നിന്നും യുദ്ധം ചെയ്യുവാൻ പോകുന്നത്? ദൃഷ്ടദ്യുമ്നനും സൈന്യവും പാണ്ഡവ പക്ഷത്ത് അണിനിരക്കുമല്ലോ. മറ്റാരുടെയൊക്കെ സൈനിക ശക്തികളാണ് പാണ്ഡവരുടെ കൈവശമുള്ളത്? ധൃതരാഷ്ട്രരുടെ ചോദ്യം കേട്ട് സഞ്ജയന് മോഹാലസ്യം അനുഭവപ്പെട്ടു. ബോധം കെട്ടു വീണ സഞ്ജയനെ കണ്ടപ്പോൾ കൗരവ സഭയിലിരുന്നവർ ഓർത്തു. പാണ്ഡവ പക്ഷത്തിനു വേണ്ടി ആരൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആലോചിച്ചപ്പോൾ തന്നെ സഞ്ജയൻ മോഹാലസ്യപ്പെട്ടിരിക്കുന്നു. സഞ്ജയന്റെ സമക്ഷത്തേക്ക് ഭൃത്യർ ഓടിയെത്തി. സഞ്ജയൻ പതുക്കെ സ്വബോധം വീണ്ടെടുത്തു. ധൃതരാഷ്ട്രർ പറഞ്ഞു, യുദ്ധത്തിനായി അണിനിരന്ന് നിൽക്കുന്ന പാണ്ഡവ പക്ഷത്തെ ഓർത്തപ്പോൾ തന്നെ സഞ്ജയൻ മോഹാലസ്യപ്പെട്ട് പോയിരിക്കുകയാണ്. സഞ്ജയൻ പറഞ്ഞു, മഹാരാജൻ, പാണ്ഡവർ മഹാരഥന്മാരാണ്. അവർക്ക് വേണ്ടി ആരൊക്കെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് കേട്ടാലും അജാതശത്രു യുധിഷ്ഠിരൻ. അദ്ദേഹം ധർമ്മത്തിന്റെ അളവുകോലാണ്. അദ്ദേഹം ധർമ്മം വെടിഞ്ഞ് ഒന്നും തന്നെ ചെയ്യുകയില്ല. അദ്ദേഹം കാമക്രോധാദികൾക്ക് അടിമപ്പെടുകയുമില്ല. പിന്നെ ഭീമസേനൻ, അവന്റെ ശക്തിക്ക് തുല്യനായി ആരും തന്നെയില്ല ഭൂമിയിൽ. അവൻ ഹിഡുംബനെയും കിർമീരനെയും ഭഗനെയും എല്ലാം വധിച്ചവനാണ്. പാണ്ഡവരെ സംരക്ഷിക്കുന്ന മഹാകവചമാണ് വൃകോദരൻ. 10,000 മതയാനകളുടെ ശക്തിയുള്ളവൻ. പിന്നെ പാർത്ഥൻ, അഗ്നിദേവന് വേണ്ടി സാക്ഷാൽ ഇന്ദ്രനെ തോൽപ്പിച്ചവൻ. പരമേശ്വരനിൽ നിന്നും സാക്ഷാൽ പാശുപതാസ്ത്രം കരസ്ഥമാക്കിയവൻ. കാലകേയന്മാരെയും നിവാദ കവചസ്സുകളെയും നിഗ്രഹിച്ച ഗാണ്ഡീവധാരിയായ ധനഞ്ജയൻ. പിന്നെ നകുലൻ, വാൾപ്പയറ്റിൽ അഗ്രഗണ്യൻ, മഹാവീരൻ. പിന്നെ സഹദേവൻ, കാശി, അങ്ക, മഗധ, കലിംഗ തുടങ്ങിയ ദേശങ്ങൾ കീഴടക്കിയ വീരൻ. സഹദേവന് തുല്യർ 4 പേർ മാത്രം: അശ്വത്ഥാമാവ്, ദൃഷ്ടകേതു, പ്രദ്യുമ്നൻ, പിന്നെ രുഗ്മി. മഹാരാജൻ, പാണ്ഡവ പക്ഷത്ത് ശിഖണ്ഡിയുണ്ട്. ഭീഷ്മരെ കൊല്ലുമെന്ന് ശപഥമെടുത്തിട്ടുള്ള വീരൻ. കഴിഞ്ഞ ജന്മം കാശിരാജന്റെ പുത്രിയായിരുന്നു അദ്ദേഹം. ഈ ജന്മം ദ്രുപദന്റെ സന്താനമായി ജന്മമെടുത്തു. അവന്റെ ഒരേയൊരു ലക്ഷ്യം ഭീഷ്മരെ കൊല്ലുക എന്നതാണ്. വീരരിൽ വീരനായ വൃഷ്ണികുല പരാക്രമിയായ സത്യകി പാണ്ഡവ പക്ഷത്താണ്. മഹാവീരന്മാരായ വിരാടൻ, ദ്രുപദൻ, കാശി രാജാവ് എന്നിവരൊക്കെ പാണ്ഡവ പക്ഷത്താണ്. പിന്നെ അർജുനപുത്രൻ അഭിമന്യു. അവൻ പരാക്രമത്തിൽ കേശവന് സമനാണ്. അവൻ ആത്മനിയന്ത്രണത്തിൽ യുധിഷ്ഠിരന് സമനാണ്. പിന്നെ ചേതി രാജാവായ ദൃഷ്ടകേതു പാണ്ഡവ പക്ഷത്താണ്. ജരാസന്ധന്റെ പുത്രനായ സഹദേവൻ, പിന്നെ മറ്റനേകം രാജാക്കന്മാർ. ഇവരെല്ലാം അവരുടെ സൈന്യത്തോടൊപ്പം യുധിഷ്ഠിരനോടൊപ്പം കാണും യുദ്ധത്തിന് സർവസജ്ജരായി. പിന്നെ സാക്ഷാൽ വാസുദേവനുണ്ട് പാണ്ഡവ പക്ഷത്ത്. ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, നീ പേരെടുത്ത് പറഞ്ഞവരെല്ലാം മഹാവീരന്മാർ തന്നെയാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഭീമസേനനെയാണ്. സിംഹത്തെ കണ്ട പേടമാനെ കണക്കെ ഭീമനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്നിൽ ഭയം വന്ന് നിറയുന്നു. വൃകോദരൻ ശക്തിയിൽ ദേവേന്ദ്രന് സമനാണ്. അവന് കൗരവപക്ഷത്തോട് അതിയായ ശത്രുതയുണ്ട്. അവൻ ചിരിച്ച് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അവൻ ക്രോധത്താൽ ഭ്രാന്ത് പിടിച്ചവനെ പോലെയാണ്. അവന്റെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം എൻ്റെ കാതുകളിൽ ഇന്നും മുഴങ്ങുന്നു. അവൻ പുൽക്കൊടിയെപ്പോലെയാണ് മഹാഗത വീശുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവന്റെ ബലിഷ്ഠമായ കൈകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് പിടഞ്ഞ് എൻ്റെ പുത്രന്മാർ എല്ലാവരും കൊല്ലപ്പെടുമോ എന്ന് ഞാൻ ഓർത്ത് ഭയപ്പെടാത്ത നാളുകളില്ല. ഗതയേന്തിയ ഭീമൻ കാലപാശവുമായി നിൽക്കുന്ന യമദേവൻ തന്നെയാണ്. എൻ്റെ മനസ്സിൽ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ രൂപം. സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ ഗതയേന്തി നിൽക്കുന്ന ഭീമസേനനെ എനിക്ക് മനസ്സിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സിംഹം മാൻകൂട്ടത്തിനിടയിൽ നടക്കും കണക്കെ വൃകോദരൻ കൗരവ സൈന്യത്തിനിടയിലൂടെ സംഹാര താണ്ഡവമായി നടക്കുന്ന രംഗം എനിക്ക് മനസ്സിൽ കാണുവാൻ കഴിയുന്നു. അവൻ്റെ വിശപ്പ് ഒരിക്കലും അടങ്ങുകയില്ല. അവന് ക്ഷമ എന്താണെന്ന് പോലും അറിയുകയില്ല. കുഞ്ഞായിരിക്കുന്ന കാലത്ത് തന്നെ അവൻ ദുര്യോധനനെയും കൗരവ സഹോദരന്മാരെയും ആന പുൽക്കൊടിയെ എന്ന കണക്കെ അനായാസം അടിച്ച് അവശരാക്കിയിട്ടുണ്ട്. ഭീമൻ ആയുധം ഉപയോഗിക്കുന്നതിൽ അർജുനനെയും ദ്രോണരെയും പോലെ സമർത്ഥനാണ്. കൊടുംകാറ്റിൻ്റെ വേഗതയിൽ ഗദ ചുരുട്ടി ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് അവൻ. സഞ്ജയ, ഭീമൻ കുഞ്ഞായിരിക്കുന്ന കാലത്ത് പോലും എനിക്ക് അവനെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ പുത്രന്മാർ പാണ്ഡവരെ ദ്രോഹിച്ചിട്ടുള്ളത് മറ്റാരും മറന്നാലും ഭീമൻ മറക്കുകയില്ല. ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ അവൻ എൻ്റെ പുത്രന്മാരെ നിഗ്രഹിക്കും. യുദ്ധം അരങ്ങേറുകയാണെങ്കിൽ കരിമ്പന പോലെ ശക്തനാണവൻ. ഭീമൻ അർജുനനേക്കാൾ ഉയരമുള്ളവനാണ്.
കുതിരയേക്കാൾ വേഗതയും ആനയേക്കാൾ ശക്തിയുമുണ്ട് അവന്. അവൻ സ്വന്തം ഉരുക്ക് കൊണ്ട് നിർമ്മിതമായ ഗദയാൽ രഥങ്ങളെയും ആനകളെയും കുതിരകളെയും പടയാളികളെയും എന്ന് വേണ്ട സർവ്വതിനെയും തവിട് പൊടിയാക്കും. ഭീമസേനൻ എന്ന സമുദ്രത്തിന് സീമകളില്ല. ഭീമസേനൻ എന്ന സമുദ്രത്തെ മുറിച്ചു കടക്കുവാൻ ആർക്കും സാധിക്കുകയുമില്ല. മൂഢന്മാർ മാത്രമേ ഭീമനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു കളയാമെന്ന് വ്യാമോഹിക്കുകയുള്ളൂ. കൊടും കാറ്റിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ ആർക്കാണ് കഴിയുക? ഭീമന്റെ ഉരുക്ക് കൊണ്ടു നിർമ്മിച്ച ഗദ, അതിന് 6 വശങ്ങളുണ്ട്. അതിൽ 4 കൂർത്ത മുനകളുണ്ട്. ഭീമൻ അതെടുത്ത് വീശിയൊന്ന് അടിച്ചാൽ ആന പോലും ചത്തുവീഴും. ഭീമന്റെ അലർച്ച കേട്ടാൽ പോലും ആനകൾ വിരണ്ടോടും. അവൻ കാട്ടുതീയാണ്. കരകവിഞ്ഞൊഴുകുന്ന ഗംഗയെപ്പോലെ അവൻ യുദ്ധഭൂമിയിൽ സർവനാശം വിതയ്ക്കും. മഹാശക്തനായ ജരാസന്ധനെ വധിച്ചവനാണ് വൃകോദരൻ. നീണ്ട കാലമായി ശേഖരിച്ചു വച്ച വിഷവുമായി തക്കം പാർത്തിരിക്കുന്ന അതീവ അപകടകാരിയായ സർപ്പത്തെ പോലെയാണ് വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ പകയുമായി കൗരവരെ കൊല്ലുവാനുള്ള അവസരത്തിനായി ഭീമൻ കാത്തിരിക്കുന്നത്. അവന്റെ കണ്ണുകൾക്ക് ക്രോധത്താൽ തിളച്ചു മറിയുന്ന ചെമ്പിന്റെ നിറമായിരിക്കുമല്ലേ സഞ്ജയ? ഭീഷ്മ പിതാമഹനും ദ്രോണർക്കും കൃപാചാര്യർക്കുമെല്ലാം ഭീമന്റെ കരുത്ത് എത്രമാത്രമാണെന്ന് എന്നെപ്പോലെ തന്നെ അറിയാം. പാണ്ഡവരുമായി യുദ്ധം ചെയ്യുവാൻ തയ്യാറാണെന്ന് പറഞ്ഞു നിൽക്കുന്നവർക്കായി എൻ്റെ മനസ്സ് ഉരുകുകയാണ്. എനിക്ക് എൻ്റെ പുത്രന്മാർ പ്രിയപ്പെട്ടവരാണ്. അവരാണ് എൻ്റെ സർവസ്വം. അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഞാൻ അവരെ ഭീമസേനൻ എന്ന മരണത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുക? കൗരവരുടെ വിനാശം ആരംഭിച്ചത് ചൂതുകളി അരങ്ങേറിയ ആ ശപിക്കപ്പെട്ട ദിവസമായിരുന്നു. അന്നായിരുന്നു അത്യാർത്തി മൂത്ത് ദുര്യോധനനും ശകുനിയും പാണ്ഡവരെ മുടിപ്പിച്ച് അവരുടെ സർവ്വ ഐശ്വര്യവും കൈവശപ്പെടുത്തിയത്. കർമ്മത്തിൽ നിന്നും കർമ്മഫലത്തിൽ നിന്നും ആർക്കും തന്നെ രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. സഞ്ജയ, യുദ്ധത്തിന് ശേഷമുള്ള വിധവകളുടെ നിലവിളിയും ദീനരോധനവും ഞാൻ ഇന്നേ കേൾക്കുന്നു. അർജുനന്റെ പിന്തുണയോടെ ഭീമൻ എൻ്റെ മക്കളെ എല്ലാവരെയും യമപുരിക്ക് അയക്കും. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന്റെ പോരാളിയാണ് അർജുനൻ. ഗാന്ധീവധാരിയായ പാർത്ഥനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ പോന്ന ആരും തന്നെ എൻ്റെ അറിവിലില്ല. ദ്രോണരും കർണനും മഹാവീരന്മാർ തന്നെയാണ്. അവർക്ക് അർജുനനെ തടഞ്ഞു നിർത്തുവാൻ കഴിയുമായിരിക്കാം. എന്നാൽ അർജുനനെ പരാജയപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അർജുനന് അവരെയും പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇരുപക്ഷവും സമാസമമായി തന്നെ നിലകൊള്ളും. അർജുനനും കർണനും അറിയാത്ത അസ്ത്രങ്ങളില്ല. പരസ്പരം ഏറ്റുമുട്ടിയാൽ അവരിൽ ആർക്കും തന്നെ വ്യക്തമായ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയില്ല. എനിക്ക് എന്നാൽ ഒരു കാര്യം വ്യക്തമായി അറിയാം. അർജുനൻ തോൽപ്പിക്കപ്പെടുകയില്ല. അർജുനനെ ആർക്കും വധിക്കുവാനും കഴിയുകയില്ല. വാസുദേവൻ തേരാളിയായിട്ടുള്ള രഥത്തിൽ വരുന്ന അർജുനനെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഗാണ്ഡീവത്തിലൂടെ കൗരവപക്ഷം നിഷ്പ്രഭമാവും. സർവനാശം തന്നെയാണ് കൗരവരെ കാത്തിരിക്കുന്നത്. യുദ്ധം അരങ്ങേറിയാൽ നമ്മുടെ വംശപരമ്പര തന്നെ തുടച്ചു നീക്കപ്പെടും. സഞ്ജയൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ പരമാർത്ഥം തന്നെയാണ് മഹാരാജൻ. തുടക്കം മുതൽക്കേ തന്നെ അങ്ങയുടെ മൗനാനുവാദത്തോടെ കൗരവർ പാണ്ഡവരെ ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ പുറമെയാണ് അങ്ങയുടെ പുത്രന്മാർ ചതിയിലൂടെ പാണ്ഡവരുടെ ഐശ്വര്യം മുഴുവനും അപഹരിച്ചതും നീണ്ട 12 വർഷം അവരെ വനവാസത്തിന് പറഞ്ഞയച്ചതും. ഈ ദ്രോഹങ്ങളെല്ലാം പാണ്ഡവർക്ക് എങ്ങനെയാണ് മറക്കുവാൻ കഴിയുന്നത്? അവർ എങ്ങനെയാണ് ഇതൊക്കെ പൊറുക്കുന്നത്? മഹാരാജൻ, ഗന്ധർവന്മാരാൽ വധിക്കപ്പെടേണ്ടിയിരുന്ന ദുര്യോധനനെ രക്ഷിച്ചത് ഇതേ പാണ്ഡവർ ആണെന്ന് അങ്ങ് മറക്കരുത്. അങ്ങ് പറഞ്ഞതുപോലെ ഭീമാർജുനന്മാരെ തോൽപ്പിക്കുവാൻ ആർക്കും തന്നെ കഴിയുകയില്ല. അങ്ങ് എങ്ങനെയെങ്കിലും ദുര്യോധനനെ ഉപദേശിച്ച് അവനെ നേർവഴിക്ക് നയിച്ചാലും അല്ലാത്ത പക്ഷം അങ്ങയെ കാത്തിരിക്കുന്നത് വിധവകളുടെ ഒരു മഹാരാജ്യം മാത്രമായിരിക്കും. മഹാരാജൻ, സ്വന്തമായി ചെയ്യുവാൻ കഴിയുന്ന കാര്യം പോലും ചെയ്യാതെ അങ്ങ് പാണ്ഡവരെ ഓർത്ത് ഭയപ്പെടുകയും കൗരവരെക്കുറിച്ച് വേവലാതിപ്പെടുന്നതും തികച്ചും അർത്ഥശൂന്യമാണ്. എല്ലാവരും പറഞ്ഞത് അത്ര നേരം കേട്ടിരുന്ന ദുര്യോധനൻ സഞ്ജയന്റെ വാക്കുകൾ കേട്ട് ചാടി എഴുന്നേറ്റു. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുവാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.